നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. സഞ്ജു സാംസൺ എന്ന മലയാളി സിംഹത്തെ കരിയറിലെ ഒരു ചെറിയ ഫോമില്ലായ്മയുടെ പേരിൽ മാത്രം വലിച്ചുകീറിയൊട്ടിക്കാൻ നോക്കിയ വടക്കൻ ലോബികൾക്കും കപട ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്കും നേരെ ഇതാ ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ടാം മതിൽ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ചേതേശ്വർ പൂജാരയുടെ ശക്തമായ ഒരു ഡിഫൻസീവ് അറ്റാക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കമന്ററി ബോക്സിലിരുന്ന് ഇർഫാൻ പത്താൻ അടക്കമുള്ളവർ സഞ്ജുവിന്റെ കരിയറിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന തരത്തിൽ സംസാരിച്ചപ്പോൾ സഞ്ജുവിനെ ഒരു ഇരയാക്കാൻ താൻ സമ്മതിക്കില്ലെന്ന പ്രഖ്യാപനവുമായി പൂജാര പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു. ഡ്രസ്സിംഗ് റൂമിലിരിക്കുന്ന 15 വയസ്സുകാരൻ അത്ഭുത പ്രതിഭ വൈഭവ് സൂര്യവംശിയെ പ്ലേയിങ് 11-ൽ കളിപ്പിക്കാൻ വേണ്ടി സഞ്ജു സാംസൺ എന്ന സീനിയർ താരത്തിന്റെ കരിയർ തകർക്കാൻ നോക്കുന്നവരുടെ നെഞ്ചിലേക്കാണ് പൂജാര തന്റെ കനത്ത വാക്കുകൾ എഴുതുവിട്ടിരിക്കുന്നത്. 2020 ലോകകപ്പിൽ ഭാരതത്തിനു വേണ്ടി 3 ചരിത്ര ഇന്നിംഗ്സുകൾ കളിച്ച് കപ്പുയർത്താൻ കാരണക്കാരനായ സഞ്ജുവിന്റെ കഴിവിനോടും ആ ലോകകപ്പ് പ്രകടനത്തോടും നീതി പുലർത്താൻ മാനേജ്മെന്റ് തയ്യാറാകണമെന്നാണ് പൂജാര തുറന്നടിച്ചിരിക്കുന്നത്. പൂജാരയുടെ ആ മാസ് വാക്കുകൾ കേട്ടാൽ ഏത് സഞ്ജു ആരാധകന്റെയും നെഞ്ച് അഭിമാനം കൊണ്ട് നിറയും സുഹൃത്തുക്കളെ. വൈഭവ് സൂര്യവംശിയെ ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരെയും ഇരയാക്കിക്കൊണ്ടാകരുത്. സഞ്ജു സാംസൺ 2020 ലോകകപ്പിലടക്കം ഇന്ത്യക്ക് വേണ്ടി മികച്ച രീതിയിൽ കളിച്ച ഒരു മാച്ച് വിന്നറാണ്. അദ്ദേഹത്തിന്റെ കഴിവിനോടും ആ ലോകകപ്പ് പ്രകടനത്തോടും ടീം മാനേജ്മെന്റ് പൂർണ്ണമായും നീതി കാണിക്കേണ്ടതുണ്ട്. എന്തൊരു തകർപ്പൻ സ്റ്റേറ്റ്മെന്റ് ആണിത്. വടക്കൻ PR ഗ്രൂപ്പുകൾ ഒരു യുവതാരത്തിന്റെ പേര് പറഞ്ഞ് സഞ്ജുവിനെ പടിയടച്ച് പിണ്ടം വെക്കാൻ നോക്കുമ്പോൾ ചേതേശ്വർ പൂജാരയെ പോലൊരു ക്ലാസ് ഇതിഹാസം സഞ്ജുവിന് പ്രതിരോധ കോട്ട തീർക്കുന്നത് സാധാരണ കാര്യമല്ല. പൂജാരയുടെ ഈ പ്രസ്താവന ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന വിപ്ലവം എന്താണ്? വൈഭവിനെ കൊണ്ടുവരാൻ സഞ്ജുവിനെ ഇരയാക്കുന്ന ലോബിയുടെ തന്ത്രം പൊളിഞ്ഞോ? സ്പോർട്സ് പിച്ചിന്റെ കണ്ണു തുറപ്പിക്കുന്ന വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്ക് ചേതേശ്വർ പൂജാരയുടെ ഈ പ്രതികരണത്തിന്റെ ടാക്ടിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാം. കഴിഞ്ഞ മത്സരങ്ങളിൽ സഞ്ജു സാംസൺ ഒറ്റ അക്ക സ്കോറുകൾക്ക് പുറത്തായപ്പോൾ ലൈവ് കമന്ററി ബോക്സിലിരുന്ന് ഇർഫാൻ പത്താൻ സഞ്ജുവിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. സഞ്ജു സ്വന്തം അവസരങ്ങൾ നശിപ്പിക്കുകയാണെന്നും പുറത്ത് വൈഭവ് സൂര്യവംശി കാത്തിരിക്കുന്നുണ്ടെന്നും പത്താൻ ഓർമ്മിപ്പിച്ചു. ഇത് സഞ്ജുവിനെ മാനസികമായി തകർക്കാനും ടീമിൽ നിന്ന് പുറത്താക്കാനുമുള്ള ഒരു പുകമറയായിട്ടാണ് പലരും കണ്ടത്. എന്നാൽ ക്രിക്കറ്റിൽ എന്നും ക്ഷമയുടെയും സാങ്കേതിക തികവിന്റെയും പ്രതീകമായ ചേതേശ്വർ പൂജാരയ്ക്ക് ഇതിന് പിന്നിലെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം ഒട്ടും സമയം കളയാതെ സഞ്ജുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്. വൈഭവ് സൂര്യവംശി എന്ന 15 വയസ്സുകാരൻ IPL-ൽ 776 റൺസ് അടിച്ച് ഓറഞ്ച് ക്യാപ്പ് നേടിയെന്നത് സത്യം തന്നെയാണ്. അവൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി തന്നെയാണ്, അതിലാർക്കും തർക്കമില്ല. പക്ഷേ ഒരു യുവതാരത്തിന് അവസരം നൽകാൻ വേണ്ടി തൊട്ടു മുൻപ് നടന്ന 2020 ലോകകപ്പിൽ 3 തകർപ്പൻ സെഞ്ചുറികളും മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകളും കളിച്ച് ഭാരതത്തെ കിരീടത്തിലേക്ക് നയിച്ച സഞ്ജു സാംസണെ ബലിമൃഗമാക്കാൻ നോക്കുന്നത് എന്ത് തരത്തിലുള്ള നീതിയാണെന്നാണ് പൂജാര ചോദിക്കുന്നത്. ഒരു വലിയ ടൂർണമെന്റ് ജയിപ്പിച്ചു തന്ന താരത്തിന് കരിയറിൽ 1-2 മത്സരങ്ങളിൽ ഫോമില്ലായ്മ ഉണ്ടാകുമ്പോഴേക്കും അവനെ വലിച്ചു കീറാൻ നോക്കുന്നത് കടുത്ത അനീതിയാണെന്ന് പൂജാര അടിവരയിട്ട് പറയുന്നു. നമുക്ക് പൂജാര ചൂണ്ടിക്കാണിച്ച ആ ലോകകപ്പ് നീതിയിലേക്ക് വരാം. സോഷ്യൽ മീഡിയയിലെ ഹേറ്റേഴ്സും PR ഗ്രൂപ്പുകളും വളരെ പെട്ടെന്ന് കളി മറക്കുന്നവരാണ്. എന്നാൽ BCCIയും സെലക്ടർമാരും അങ്ങനെയാകരുത്. സഞ്ജു സാംസൺ എന്ന ബാറ്റർ ഇന്ത്യൻ ടീമിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല. ഗൗതം ഗംഭീറിന്റെയും സൂര്യകുമാർ യാദവിന്റെയും ഹൈ റിസ്ക് തന്ത്രത്തിന്റെ ഏറ്റവും വലിയ ഇര പലപ്പോഴും സഞ്ജു തന്നെയാണ്. ആദ്യ പന്ത് മുതൽ അടിച്ചു കളിക്കുക എന്ന തന്ത്രം നടപ്പിലാക്കുമ്പോൾ ചിലപ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാം. അതിന്റെ പേരിൽ സഞ്ജുവിന് കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് വിഡ്ഢിത്തമാണ്. 2020 ലോകകപ്പിൽ സഞ്ജു കളിച്ച ആ 3 ചരിത്ര ഇന്നിംഗ്സുകൾ ഇന്ത്യയെ എത്രത്തോളം വലിയ പ്രതിസന്ധികളിൽ നിന്നാണ് രക്ഷിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ആ പ്രകടനങ്ങളുടെ ക്രെഡിറ്റ് അത്ര പെട്ടെന്നില്ലാതാക്കാൻ ആർക്കും കഴിയില്ല. പൂജാര പറഞ്ഞതുപോലെ സഞ്ജുവിന്റെ ആ കഴിവിനോടും അനുഭവ സമ്പത്തിനോടും നീതി കാണിക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറാകണം. അല്ലാതെ പുറത്തൊരു പുതിയ താരം ഫോമിൽ നിൽക്കുന്നു എന്ന് കരുതി നിലവിൽ ടീമിന്റെ നെടുന്തൂണായ ഒരു സീനിയർ താരത്തെ സമ്മർദ്ദത്തിലാക്കി പുറത്താക്കാൻ ശ്രമിക്കുന്നത് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിലെ അന്തരീക്ഷം തകർക്കാൻ മാത്രമേ സഹായിക്കൂ. സഞ്ജുവിന് കൃത്യമായ പിന്തുണയും റൺസ് കണ്ടെത്താനുള്ള സമയവും നൽകുകയാണ് വേണ്ടത്. ഇനി പൂജാര ഉന്നയിച്ച ആ ഇരയാക്കൽ തന്ത്രത്തിലേക്ക് വരാം. ഇന്ത്യൻ ക്രിക്കറ്റിൽ പണ്ടു മുതലേയുള്ള ഒരു മോശം പ്രവണതയാണിത്. ഒരു വലിയ താരത്തെ ടീമിൽ നിന്ന് മാറ്റാൻ വേണ്ടി മറ്റൊരു യുവതാരത്തിന്റെ ഫോമിനെ ആയുധമാക്കുക. ഇവിടെ വൈഭവ് സൂര്യവംശി എന്ന പ്രതിഭയെ സഞ്ജുവിനെതിരെ ഒരു ആയുധമാക്കാനാണ് വടക്കൻ ലോബികൾ ശ്രമിക്കുന്നത്.
എന്നാൽ പൂജാര ഇതിനെതിരെ കൃത്യമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. വൈഭവിനെ കളിപ്പിക്കണമെങ്കിൽ അവനെ ടോപ്പ് ഓർഡറിലോ മിഡിൽ ഓർഡറിലോ ഉള്ള മറ്റൊഴിവുകളിലേക്ക് പരിഗണിക്കാം. അല്ലാതെ കൺസിസ്റ്റന്റ് ആയി ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിലും വിക്കറ്റ് കീപ്പിംഗിലും തിളങ്ങിയ സഞ്ജുവിന്റെ സ്ലോട്ട് തട്ടിയെടുത്ത് അവനെ ടീമിന് പുറത്താക്കാൻ നോക്കരുത്. ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ ഒരു കണിശക്കാരനായ പരിശീലകനാണ്. അദ്ദേഹം പൂജാരയുടെ ഈ വാക്കുകളെ ഒട്ടും തള്ളിക്കളയില്ല എന്നാണ് സ്പോർട്സ് പിച്ച് കരുതുന്നത്. സഞ്ജു സാംസന്റെ വിക്കറ്റ് കീപ്പിംഗ് മികവും അന്താരാഷ്ട്ര തലത്തിലുള്ള പരിചയ സമ്പത്തും ഒരു 15 വയസ്സുകാരന് അത്ര പെട്ടെന്ന് പകരം വെക്കാൻ കഴിയില്ല. വൈഭവിനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ സമ്മർദ്ദത്തിലേക്ക് സാവധാനം വേണം കൊണ്ടുവരാൻ. അല്ലാതെ സഞ്ജുവിനെ പോലൊരു മാച്ച് വിന്നറെ ഇരയാക്കിക്കൊണ്ട് അവനെ ടീമിലേക്ക് തിരുകി കയറ്റിയാൽ അത് ആ യുവതാരത്തിന്റെ കരിയറിനെയും ദോഷകരമായി ബാധിക്കുമെന്ന പൂജാരയുടെ വിലയിരുത്തൽ പക്ക ക്രിക്കറ്റിംഗ് ലോജിക്കാണ്. മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ചേതേശ്വർ പൂജാരയുടെ ഈ ഒരു ഇടപെടൽ വലിയൊരു ആശ്വാസമാണ്. എപ്പോഴും സഞ്ജുവിനെതിരെ മാത്രം സംസാരിക്കുന്ന വടക്കൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൂജാരയെ പോലൊരു ലെജൻഡ് സഞ്ജുവിന് വേണ്ടി സംസാരിക്കുമ്പോൾ അതിന് വലിയ വിലയുണ്ട്. സഞ്ജു സാംസൺ എന്ന പോരാളിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ പിന്തുണ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. കഴിഞ്ഞ ഇംഗ്ലണ്ട് മത്സരത്തിലെ ബാറ്റിംഗ് പരാജയത്തിനു ശേഷവും മഴ പെയ്തപ്പോൾ മലയാളി ആരാധകനോട് നെക്സ്റ്റ് ടൈം എടുക്കാമെന്ന് പറഞ്ഞ സഞ്ജുവിന്റെ ആ പച്ചയായ മനുഷ്യത്വമുള്ള മനസ്സ് നമ്മൾ കണ്ടതാണ്. ഉള്ളിൽ കനത്ത വേദനയും സമ്മർദ്ദവും ഒളിപ്പിച്ചു വെച്ചാണ് സഞ്ജു നടന്നു പോയത്. എന്നാൽ ഇപ്പോൾ പൂജാരയെ പോലെയുള്ള വലിയ താരങ്ങൾ കൂടെ നിൽക്കുമ്പോൾ സഞ്ജുവിന് തന്റെ കളിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. വിമർശനങ്ങൾ എത്രയൊക്കെ ഉയർന്നാലും ശരി, പൂജാര പറഞ്ഞതുപോലെ സഞ്ജുവിന്റെ ലോകകപ്പ് ഹീറോയിസം ആർക്കും മറക്കാൻ കഴിയില്ല. വരാൻ പോകുന്ന മത്സരങ്ങളിൽ സഞ്ജു തന്റെ ബാറ്റ് കൊണ്ട് ഇതിനെല്ലാം കനത്ത മറുപടി നൽകുക തന്നെ ചെയ്യും. വൈഭവ് സൂര്യവംശിയുടെ സാന്നിധ്യം സഞ്ജുവിനെ മാറ്റാനല്ല, മറിച്ച് സഞ്ജുവിന് കൂടുതൽ കരുത്തോടെ കളിക്കാനുള്ള ഇന്ധനമായി മാറുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതേ സുഹൃത്തുക്കളെ, വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കാൻ വേണ്ടി സഞ്ജു സാംസണെ ഇരയാക്കരുതെന്നും സഞ്ജുവിന്റെ ലോകകപ്പ് പ്രകടനത്തോട് നീതി കാണിക്കണമെന്നും പറഞ്ഞ ചേതേശ്വർ പൂജാരയുടെ ഈ ഒരു മാസ് പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇർഫാൻ പത്താന്റെ വിമർശനങ്ങൾക്ക് പൂജാര നൽകിയ ഈ മറുപടി കൃത്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വരും മത്സരങ്ങളിൽ പൂജാരയുടെ ഈ പിന്തുണയോടെ സഞ്ജു കൂടുതൽ ശക്തമായി തിരിച്ചു വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ സഞ്ജു സാംസൺ ആരാധകരിലേക്കും ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് പൂജാര സഞ്ജുവിന് തീർത്ത ഈ പ്രതിരോധ കോട്ടയുടെ വാർത്ത എല്ലാവരിലും എത്തിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ സ്റ്റാറ്റസ് വിശകലനങ്ങളും ഏറ്റവും പുതിയ മാസ് ബ്രേക്കിംഗ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.